എനിക്ക് എന്താ സംസാരിക്കേണ്ടത് അറിയില്ല. ഞാൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. എനിക്ക് ഉടനെ തൃശ്ശൂരിലേക്ക് പോകണം, യാത്ര ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനിലാണ് ഞാൻ. അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 1966 തുടങ്ങിയതാണ്, 1966. ഞങ്ങൾ രണ്ടും ആ വർഷമാണ് രണ്ടുപേരും സിനിമയിൽ വന്നത്. അങ്ങനെ ഒരുപാട് സമാനതകൾ ഞങ്ങൾ തമ്മിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. കാരണം പഴയ കുടുംബത്തിൽ, തകർന്ന ജന്മി കുടുംബത്തിൽ ജനിച്ചവരാണ്. ഞങ്ങളുടെ സ്വഭാവത്തിൽ അതിൻ്റെ ദോഷങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന, എതിർക്കുന്ന സ്വഭാവമുള്ളവരാണ്. അതേസമയം ഈ 58 വർഷക്കാലത്തെ സാഹോദര്യത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ്. ഒരിക്കലും പിണങ്ങിയിട്ടില്ല. കാരണം പരസ്പരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജയചന്ദ്രനെ ഭാവഗായകൻ എന്നാണ് വിളിക്കുന്നത്. അത് വെറുതെ വിളിക്കുന്നതല്ല, ഭാവത്തിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് കാരണം. എൻ്റെ 220ഓളം പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. ഇപ്പോഴും 2024 എൻ്റെ 3 പാട്ടുകൾ പാടിയിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടിയില്ല, യൂട്യൂബിന് വേണ്ടി. അപ്പോൾ ഞാനും ജയനും ഒരുമിച്ച് ദീർഘകാലം പ്രവർത്തിച്ചു, സഹോദരന്മാരെ പോലെ ജീവിച്ചു. വല്ലാത്ത വിഷമമുണ്ട് ഇന്ന്. കാരണം ഇന്നത്തെ സുഖമില്ലാതെ എനിക്കറിയാമായിരുന്നു. എന്നോട് എല്ലാം പറയുമായിരുന്നു. ആദ്യകാലത്ത് ഒരു സ്കിൻ ഡിസീസ് വന്നപ്പോൾ പോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അസുഖം എന്നുള്ളതും. അതിനെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുമായിരുന്നു, ചികിത്സയെക്കുറിച്ച് പറയുമായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇതൊരു സഡൻ ഷോക്ക് പോലെ ആയിപ്പോയി. കാരണം ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം മാറി. കാരണം ജയൻ ഇപ്പോഴും ജീവിതത്തെ സ്നേഹിച്ചിരുന്നു, ജീവിതത്തെയും സംഗീതത്തെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു ജയൻ. അതൊടുക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എൻ്റെ അനിയനാണ്, പ്രായം കൊണ്ട് എന്നേക്കാൾ ഇളയതാണ്. അപ്പോൾ എനിക്ക് വളരെ വളരെ വിഷമമുണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമമുണ്ട്. ഒരു വിധി നിയോഗം എന്നൊക്കെ പറയുമ്പോൾ ഇത് വൈചിത്രം എന്ന് പറഞ്ഞ പോലെ യേശുദാസിൻ്റെ പിറന്നാളാണ് നാളെ. ഇന്ന് ജയേട്ടൻ വിടവാങ്ങുന്നു. ഒരു ഭയങ്കര ഒരു യാദൃച്ഛികതയാണ്. അതെ അതെ അതെ, എന്തൊരു അസാധ്യ കോംബോയാണ്. അതെ അതെ. ഞാനും ജയചന്ദ്രന് 1 മാസമാണ് ജനിച്ചത്, മാർച്ചിലാണ്. വർഷം വേറെ ആണെങ്കിലും ജയചന്ദ്രൻ മാർച്ച് 3-ന്, ഞാൻ മാർച്ച് 16-ന്. ജയേട്ടൻ്റെ നക്ഷത്രം തമ്പിസാറാണ് സിനിമയിൽ കൊണ്ടുപോയത്. യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലും എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. നമ്മൾ എത്ര ആളുകളോട് ചോദിച്ചു, എല്ലാവരും ആദ്യം രാജീവ നായനെയാ പറയുന്നത്. തിരുവാതിര അതെ, തിരുവാഭരണം ചാർത്തി വിടുന്നു തിരുവാതിര നക്ഷത്രം എന്നുള്ള പാട്ട് എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ജയചന്ദ്രൻ്റെ നക്ഷത്രം തിരുവാതിരയാണെന്ന് അറിയില്ലായിരുന്നു. പാട്ട് പാടിക്കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്, ഞാൻ തമ്പി എൻ്റെ നക്ഷത്രം തിരുവാതിരയാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയധികം യാതൊരു കളങ്കവുമില്ലാത്ത ബന്ധമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ രണ്ടുപേരും എല്ലാം തുറന്നു പറയുന്നവരായതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒരു കളങ്കവും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ പാട്ടുകൾ 220ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട് ജയചന്ദ്രൻ. അതുകൊണ്ട് എത്ര പാട്ടുകൾ എങ്ങനെ എടുത്തു പറയാൻ പ്രയാസമാണ്. അനവധി പാട്ടുകൾ ദേവരാജ മാഷും ഞാനും കൂടെ ചെയ്ത സൂപ്പർ ഹിറ്റുകളുണ്ട്. ഞാനും അർജുന മാഷും കൂടെ ചെയ്ത, ഞാനും ദക്ഷിണാമൂർസ്വാമിയും കൂടെ ചെയ്ത, ഞാനും MS ഉഷാനും കൂടെ ചെയ്ത അനവധി പാട്ടുകൾ, ധാരാളം പാട്ടുകൾ. തീർച്ചയായും എത്ര പാട്ടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ രാജീവ നയനെ ആകട്ടെ, അല്ലെങ്കിൽ സന്ധ്യക്കെന്തിന് സിന്ദൂരമാകട്ടെ, അതിൽ പിന്നെ ഇത് ആദ്യത്തെ ഹിറ്റ്, ഞങ്ങളുടെ ആദ്യത്തെ ഹിറ്റ് എന്ന് പറയുന്നത് നിൻ മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ CID നസീറിലല്ലേ എന്ന പാട്ട് സൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷം യമനെ എതുകുല രതിദേവനെവിടെ എന്നുള്ള കാപ്പി രാഗത്തിലുള്ള ഡിബറ്റ് എസ് ജാനുവോട് ചേർന്ന പാട്ടാണ്, സൂപ്പർ ഹിറ്റാണ് റെസ്റ്റ് ഹൗസിൽ. അതിനുശേഷം എത്ര പാട്ടുകൾ, ദേവരാജ മാഷയുടെ പാട്ടുകൾ, ചഞ്ചലമിഴിയൊരു കവിത, അതുപോലെ ഹൃദയേശ്വരി നെല്ലൂർപ്പിൽ ഞാനൊരു മധുരസംഗീതം കേട്ടു, മലയാള ഭാഷതൻ മാതകഭംഗിൻ മലമന്ദകാസ വിരിയുന്നു. അങ്ങനെ എത്ര പാട്ടുകൾ ഞാനും ദേവരാജ മാഷും കൂടെ ചെയ്തത്. അതുപോലെ അർജുന മാഷും ഞാനും കൂടെ ചെയ്തത് മല്ലികപ്പൂവിൻ മധുരഗന്ധം, മംഗലപ്പാലതൻ പൂമണമൊഴുകി, മനസ്സിലെ മനിതാക വിളകി, എത്ര പാട്ടുകൾ നമുക്ക് പെട്ടെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ 220ഓളം പാട്ടുകൾ ഞാൻ ജയചന്ദ്രന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു പാട്ട് മോശമല്ല. ജയൻ
ഒന്നാന്തരമായിട്ട് ആത്മാർത്ഥതയുടെ പാടും. കോമഡി സോങ്സ് ഉണ്ട്, ധാരാളം കോമഡി പാട്ടുകൾ നല്ല ഹാസ്യരസത്തിൽ പാടും. ഈ ഭാവഗായകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അടൂർ ഭാഷയ്ക്ക് വേണ്ടി ബഹദൂറിന് വേണ്ടി പാടുമ്പോൾ വേറൊരു ഭാവത്തിലാണ് പാടുക. അത് തീർച്ചയായും ഭാവഗായക എന്ന നിലയ്ക്ക് എല്ലാം കൊണ്ടും അനുയോജ്യം തന്നെയായിരുന്നു. യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം തമ്പിസാർ പറഞ്ഞ അവര് ആദ്യത്തെ ഹിറ്റ് എന്ന് പറഞ്ഞ ആറന്മുള ഭഗവാന്റെ അതെ മോഹിനിയാട്ടത്തിലെ ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടി ചുണ്ടൻമള്ള മാലോല മണിത്തിരി നടനമാടി, അത് ജയചന്ദ്രനാണ് പാടിയത്. മലയാള മരരമ്പൻ എഴുതിയ മലയാള കവിത എന്നുള്ള പാട്ട്, എത്ര പാട്ടുകൾ. അറബിക്കട ഇളകി വരുന്നു, ആകാശ പൊന്നു വരുന്നു, കിളിക്കാതെ കിളിങ്ങുന്ന കിളിക്കാൻ പറ്റിയതിൻ്റെ കിങ്ങിണി അരമണിയുണ്ട്. എത്ര പാട്ടുകളാണ്, സൂപ്പർ ഹിറ്റുകൾ എത്ര പാട്ടുകൾ. സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം, ചന്ദ്രിക്കെന്തിന് വൈഡൂര്യം, ചെന്തങ്ക് കുലച്ച പോലെ, അങ്ങനെ എത്ര പാട്ടുകൾ നമുക്ക്. പക്ഷേ അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും ഇനിയും. ഞങ്ങളുടെ പാട്ടുകൾ നിലനിൽക്കുന്ന കാലം. ഇപ്പോൾ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഞങ്ങളുടെ പാട്ടുകളുണ്ടാവും. അത് യാതൊരു സംശയമില്ല.